ഹായ് ഫ്രണ്ട്സ്, ഞാനിത് ചെയ്യുന്നത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു കുഞ്ചലം തൂക്കിയിടത്തില്ലേ, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കോണോട് കോൺ മടക്കിയിട്ട് ഇതുപോലൊരു കർവ് ഷേപ്പിലൊന്ന് വരച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് നമ്മളുടെ സാധാരണ തയ്ക്കുന്ന നൂലാണ്. അപ്പോൾ സാരിയുടെ കളർ എന്ന് പറഞ്ഞാൽ മജന്തയിൽ ഗോൾഡൻ ത്രെഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന നൂലും മജന്തയും ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ ത്രെഡ് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ആ ഗോൾഡൻ നൂലും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ മുറിച്ചെടുത്ത 2 പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം എടുത്തിട്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ച ത്രെഡ് പകുതി എടുക്കണം. നമുക്കിങ്ങനെ പകുതി അടത്തി എടുക്കുക. അതിൽ നിന്ന് ഒരല്പം ശ്രദ്ധിച്ചിട്ട് നമുക്ക് എടുക്കണം എന്നേ ഉള്ളൂ. ഇതുപോലെ അതിൻ്റെ പകുതി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മജന്ത ഷെയ്ഡ് വന്ന ആ ത്രെഡും എടുത്തിട്ട് ഇതുപോലെ തന്നെ ആ ഗോൾഡൻ ത്രെഡിൻ്റെ മുകളിലേക്ക് ഇതും വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പീസ്, രണ്ടാമത്തെ പീസ്, അതിൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ അറ്റത്തേക്ക് നമുക്ക് ആ കർവ് വന്ന സൈഡാണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അവിടെ അങ്ങ് അടിച്ചു കൊടുത്തു. എന്നിട്ട് ചരിച്ച് മുകളിലേക്കും അടിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അടിച്ചെടുത്തിട്ട് അവിടെ നമ്മളുടെ ത്രെഡ്, നമ്മൾ കെട്ടാൻ വെക്കുന്ന ത്രെഡ്, ഞാൻ ഗോൾഡൻ ത്രെഡാണ് വെച്ച് കൊടുക്കുന്നത്, അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെയും അടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക്, നമുക്ക് കുറച്ച് സ്പേസ് മതി ഇതൊന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാൻ. അപ്പോൾ ആ സ്പേസ് നിർത്തിക്കൊണ്ടിട്ട് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ആ തയ്ച്ച സ്ഥലത്ത് 2 or 3 പ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. കാരണം ഈ ത്രെഡുകൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് അതവിടെ ഉറച്ചിരിക്കാൻ വേണ്ടി 2 or 3 പ്രാവശ്യം നമുക്ക് ഈ തയ്ച്ച സ്ഥലത്തൊന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ കുറച്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലേ കൂടി നമ്മൾ ഈ തുണി പുറത്തേക്ക് അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ അകന്ന പല്ലുള്ള ചീപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് കറക്റ്റായിട്ട് ചീക്കി കൊടുക്കാം. അപ്പോൾ അവിടെ കെട്ടൊക്കെ വീണ് നിൽക്കുന്നതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു ചെറിയ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ടും ഒന്ന് ചീകി കൊടുക്കാം. ഉണ്ടോ, ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ബാക്കി വന്ന ത്രെഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ കറക്റ്റ് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് ഇത് ഉള്ളിലേക്ക് തന്നെ ആ തുണി ഒന്ന് കയറ്റി വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് നമ്മൾ കുഞ്ചലം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് കളർ അപ്പുറവും ഇപ്പുറവും വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ കെട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. 2 ഷെയ്ഡിൽ ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നടുക്കൊരു ഹാഫ് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡിലുമായിട്ട് നമ്മൾ ഓവൽ ഷേപ്പിലുള്ള ഗോൾഡൻ ഫ്ലെയിമുള്ള ബീഡ്സാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള സ്റ്റോൺ, ബീഡ്സ് അല്ല സ്റ്റോണാണത്, സ്റ്റോണാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റിലുമായിട്ട് ഇതേ ഹാഫ് ബീഡ്സ് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ 2 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ഈ കുഞ്ചലമായത് കൊണ്ടിട്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുമല്ലോ. അത് കാരണം കൊണ്ടിട്ട് 2 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലാണ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു കുഞ്ചലാണിത്. ഇതിൻ്റെ കഴുത്തിലും ഒക്കെ ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിലും പട്ട വരുന്നതിൻ്റെ താഴത്ത് മുകളിലും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഈ കുഞ്ചലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്